ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച് ഇറക്കി വെച്ച്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറിനുള്ള കറികളൊക്കെയാണ് ഒന്ന് റെഡിയാക്കാൻ കരുതി. അപ്പോൾ സാമ്പാർ വയ്ക്കാം. പരിപ്പും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ല ചേർക്കാനായിട്ട്. അപ്പം ഞാൻ കരുതുന്ന ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അങ്ങ് എണ്ണയിൽ വഴറ്റിയിട്ട് ഈ വേവിച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് പൊടികളും കൂടി ചേർത്ത് ഉപ്പും പുളിയൊക്കെ ചേർത്ത് ഇറക്കിയാൽ നല്ലൊരു സാമ്പാർ അങ്ങ് റെഡിയാവും. അപ്പം ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താലുണ്ടല്ലോ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ്. പക്ഷേ ആ കറി പെട്ടെന്ന് തീരുകയും ചെയ്യും, നമുക്ക് തികയാതെ വരും. അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ അനുഭവമുള്ളവരാരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാം ചേർത്തിട്ട് വയ്ക്കുന്ന കറിയേക്കാളും ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് കറി റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് പെട്ടെന്ന് കഴിയും. അപ്പം ഞാൻ ഇവിടെ ഉള്ളിയും തൊണ്ടൻമുളകും ഉണ്ടായിരുന്നു, തക്കാളിയും കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് പച്ചമണം മാറിയപ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പും എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് പുളിയും ഉപ്പുമൊക്കെ ചേർത്ത് തിളപ്പിച്ചിറക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് മോരും കൂടി ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ മോര് താളിക്കുന്ന കൂട്ടത്തിൽ തന്നെ സാമ്പാറും കൂടി ഒന്ന് താളിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മോര് താളിക്കാനുള്ള ചട്ടിയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് എണ്ണ അതിൽ ബാക്കി വെച്ചിട്ട് ബാക്കി കോരി സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് രണ്ടും ഒരു പാത്രത്തിൽ തന്നെ താളിച്ചങ്ങ് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള എണ്ണയിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അടിച്ച് വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം തൈരിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഞാൻ അടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഒന്ന് വഴറ്റത്തേ ഉള്ളൂ, ഒരുപാട് ഞാൻ മൂപ്പിക്കത്തില്ല. നമ്മുടെ മോര് കറിയും ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ എരിക്ക് എന്തെങ്കിലും വേണ്ടേ? അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? സോയ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് കരുതി. അപ്പം ഈ മോര് കറി മാറ്റിയതിന് ശേഷം നമുക്ക് സോയ ഒന്ന് ഫ്രൈ ആക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ സോയ വെള്ളം ചൂടാക്കി ഒഴിച്ച് കുതിർത്ത് പിഴിഞ്ഞെടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണയിൽ ഒരു മുറി സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയതിലേക്ക് മസാല പുരവി വെച്ചിരുന്ന സോയ ചേർത്ത്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് മസാല പുരവി വെച്ചിരുന്ന പാത്രത്തിലൊഴിച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം മാത്രം മതി. ഈ വെള്ളം ഒന്ന് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സോയയും ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില ദിവസങ്ങളിലെ പണികൾ ഇതൊക്കെ ആയിരിക്കും. ഒന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതൊക്കെ കുറച്ചൊരു ട്രിക്ക് ജോലികളാണ്. അപ്പം നമ്മുടെ സോയയും റെഡിയായി. മല്ലിയിലയും ചതച്ച വറ്റൽമുളകും കൂടി ചേർത്ത് അതും ഇറക്കി വെച്ച്. ഇനി നമുക്ക് ചോറ്റിനുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയെല്ലാം കഴുകി ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഞാൻ അടുപ്പിലാക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം മോള് നോക്കിക്കോളും. ചോറ് തിളച്ച് കഴിയുമ്പോൾ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കും. അത് സമയമാകുമ്പോൾ എടുത്ത് ഊറ്റും. അതൊക്കെ അറിയൂ ആശാന്. കറി നല്ല ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കാനൊന്നും അറിയത്തില്ല. അതൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. പഠിപ്പിച്ചെടുക്കണം. പെൺകുട്ടികളല്ലേ, അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പോയി കട തുറക്കട്ടെ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.